CASF പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 31 റിലീസായ നോട്ടിഫിക്കേഷനാണ്. അവസാന തീയതി വരുന്നത് സെപ്റ്റംബർ 30 പോസ്റ്റ് കോൺസ്റ്റബിൾ ഫയർമാൻ പോസ്റ്റിലോട്ടാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ അപേക്ഷ പൂർണ്ണമായും ഓൺലൈനായിട്ട് തന്നെയാണ് സമർപ്പിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഒരുപാട് വേക്കൻസി ഉണ്ട്. അതിൽ കേരളത്തിൽ ഏകദേശം 37ഓളം വേക്കൻസി കേരളത്തിൽ മാത്രമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും വരുന്നത് +2 സയൻസ് പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. ഏജ് ലിമിറ്റ് വന്നിട്ട് 18 തൊട്ടിട്ട് 23 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. OBCക്കാർക്ക് 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. SC/STക്കാർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമുക്കൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഫോട്ടോ എടുത്ത ഡേറ്റ് കാണിച്ചിരിക്കണം. ഒന്നുകൂടി അവസാന തീയതി ഓർപ്പിക്കുകയാണ്. സെപ്റ്റംബർ 30 അവസാന തീയതി. അപേക്ഷാ ഫീസ് 100 രൂപയാണ് വരുന്നത്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഫിസിക്കൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്നത് 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ചെസ്റ്റ് 80 സെൻറ്റിമീറ്റർ വിത്ത് എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ. മിനിമം 80 ചെസ്റ്റ് അതുപോലെ തന്നെ എക്സ്പാൻഷൻ 85 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. എക്സാമിൻ്റെ വരുന്നത് 120 മിനിറ്റ് ഉള്ള എക്സാമാണ്. അതിൻ്റെ ഏകദേശം വരുന്ന ഡീറ്റെയിൽസാണ്: ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ നോളജ് ആൻഡ് അവയർനെസ്, എലിമെൻ്ററി മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് ഓർ ഹിന്ദി. ഇത്രയാണ് അതിൻ്റെ ഒരു സിലബസ് വരുന്നത്, ബേസിക് സിലബസ് വരുന്നത്. അത് ഓരോന്നും വെച്ച് 25 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. 120 മിനിറ്റാണ് എക്സാമിൻ്റെ ടൈം. ഒബ്ജക്റ്റീവ്, മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ആയിരിക്കും എക്സാം. അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരെല്ലാം എക്സാമിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുക.